ഈ ഇൻസ്റ്റഗ്രാമിലെ റീൽസ് കണ്ട് ഒരുപാട് നാളായിട്ട് പോകാൻ ആഗ്രഹിച്ചിരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഗുരുവായൂർ അമ്പലം. അങ്ങനെ ഞങ്ങൾ പോയത് കാശിയുടെ ചോറൂണിനാണ്. സംഭവം ഇത് കുറേ നാൾക്ക് മുന്നേ ഉള്ള വീഡിയോ ആണ്, പക്ഷേ എനിക്കിപ്പോഴാണ് ഒന്ന് പോസ്റ്റ് ചെയ്യാൻ പറ്റിയത്. ഞങ്ങൾ മൊത്തം 9 പേരുണ്ടായിരുന്നു പോകാനായിട്ട്. സത്യം പറഞ്ഞാൽ ഇറങ്ങിയ സമയം മുതലേ ഓരോരോ തടസ്സങ്ങൾ വന്നുകൊണ്ടേയിരുന്നു. ആദ്യത്തെ തടസ്സം എന്ന് പറയുന്നത്, ഞങ്ങൾ ട്രെയിൻ ബുക്ക് ചെയ്തത് 9 പേർക്കാണ്. പക്ഷേ അതിൽ വെറും 2 പേർക്ക് മാത്രമേ സീറ്റ് ബുക്കായുള്ളൂ. ബാക്കിയെല്ലാം റിസർവേഷനിലായിരുന്നു. അങ്ങനെ റിസ്ക് എടുക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ 2 ട്രെയിനിനായിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ രാത്രി 12 മണിക്ക് ശേഷമുള്ള വേളിയിൽ നിന്ന് തൃശ്ശൂരിലേക്കുള്ള ട്രെയിനിലാണ് ഞങ്ങൾ കയറിയത്. ഞങ്ങൾ സ്റ്റേഷനിൽ എത്തിയതും ട്രെയിൻ വന്നതും ഒരുമിച്ചായിരുന്നു. പിന്നെ പെട്ടെന്ന് പോയി ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ കയറുകയാണ് ചെയ്തത്. വേളിയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് ഏതാണ്ട് 7 മണിക്കൂറോളമുള്ള യാത്രയുണ്ട്. നമ്മൾ ഏതാണ്ട് എത്തുന്ന സമയം തന്നെയാണ് നമ്മൾ ആദ്യം ബുക്ക് ചെയ്തിരുന്ന ഡയറക്റ്റ് ട്രെയിന് തൃശ്ശൂരിലേക്ക് എത്തുന്നത്. അപ്പോൾ ആ ഒരു ട്രെയിൻ ലക്ഷ്യം വെച്ചാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത്. നമ്മൾ തൃശ്ശൂർ എത്തി ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ പോയ അതേ ടൈമിൽ തന്നെ നമ്മൾ ആദ്യം ബുക്ക് ചെയ്തിരുന്ന ഗുരുവായൂർ എക്സ്പ്രസ് അവിടെ എത്തി. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് നമ്മൾ ട്രെയിനിൽ കയറി. പക്ഷേ ട്രെയിൻ എടുക്കാൻ കുറച്ച് ഡിലേ ആയി. ഏതാണ്ട് ഒരാഴ്ച മുന്നേ ഞങ്ങൾ ബുക്ക് ചെയ്തതായിരുന്നു എല്ലാവർക്കും വേണ്ടിയിട്ട്. പക്ഷേ അന്ന് മുതൽ റിസർവേഷനിൽ കിടക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും വലിയൊരു പണി കിട്ടിയത്. കാശിയുടെ ആദ്യത്തെ ലോങ് യാത്രയാണ് ഈ ഗുരുവായൂർ പോകുന്നത്. അപ്പം നമുക്ക് അതിനെക്കുറിച്ചായിരുന്നു സത്യം പറഞ്ഞാൽ ടെൻഷൻ. കാരണം 7 മാസം മാത്രമേ അവനായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോഴേ ദൂരോട്ടുള്ള യാത്ര, അതും ട്രെയിനിൽ കണ്ടിന്യൂസ് ആയിട്ട് പോകുമ്പം അതവൻ അഫക്റ്റ് ചെയ്യുമോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ പേടി. പക്ഷേ അവനൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. ആൾ നല്ല കുട്ടിയായിട്ട് തന്നെ ഉണ്ടായിരുന്നു. ട്രെയിനിൽ രാത്രി കയറി ലോങ് പോയതിന് ശേഷം ഇങ്ങനെ രാവിലെ എണീറ്റ് ഈ ജനലിലൂടെ ഇങ്ങനെ നോക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യൂ ഉണ്ടല്ലോ, അതൊരു കിടിലം വൈബ് തന്നെയാണ്. ഞാൻ ഇതൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം എൻ്റെ കൂടെ അപ്പോഴും കാശി ഉണ്ടായിരുന്നു. കാശി ഭയങ്കര കരച്ചിലും വിളിയൊക്കെ ആയിരുന്നു. പക്ഷേ ഈ സൈഡ് വ്യൂ ഒക്കെ ഇങ്ങനെ കാണിച്ചു കൊടുത്തപ്പോഴത്തേക്കും ആൾ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് എത്തിയപ്പോഴത്തേക്കും ഏതാണ്ട് ഒരു 8 മണിയോളം ആവാറായിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇവിടെയാണ് ഞങ്ങൾക്കൊരു വലിയ പണി കിട്ടിയത്. അതായത് ഫ്രഷായി അമ്പലത്തിൽ പോയി ചോറൂണ് കഴിഞ്ഞ് ഇറങ്ങുക എന്നുള്ളതാണ് നമ്മുടെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ നമുക്ക് അതിന് പറ്റിയൊരു റൂമോ കാര്യങ്ങളോ ഒന്നും കിട്ടിയില്ല. ജസ്റ്റ് ഫ്രഷായി ഇറങ്ങുന്നതിന് തന്നെ അവർ നല്ല എമൗണ്ടാണ് ഓരോരുത്തരും ചോദിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു ഓട്ടോ ഡ്രൈവറിനോട് ചോദിച്ച് അങ്ങനെയാണ് ഞങ്ങളൊരു റൂം എങ്ങനെയൊക്കെ സെറ്റ് ചെയ്തെടുത്ത് ഞങ്ങൾ റെഡിയായി അമ്പലത്തിൽ പോയത്. നിങ്ങളും ഇങ്ങനെ ഗുരുവായൂരൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ട്രെയിൻ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യുക. അതുപോലെ തന്നെ റൂമൊക്കെ നേരത്തെ തന്നെ ബുക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഞങ്ങൾക്ക് കിട്ടിയതുപോലെ തന്നെ വലിയൊരു പണി കിട്ടും. പിന്നെ ചോറൂണ് കഴിഞ്ഞ് കുഞ്ഞിനും കുഞ്ഞിൻ്റെ കൂടെ 2 പേർക്കും ഫ്രീ ആയിട്ട് തന്നെ അമ്പലത്തിനുള്ളിൽ കയറി തൊഴുതിട്ടൊക്കെ വരാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞ് നേരെ പോയത് ആതിരപ്പള്ളിയിലാണ്.